ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് മുന്നേ ഇന്ത്യൻ ആർമിയുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിന് കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ക്യാരക്ടർ സർട്ടിഫിക്കറ്റുകൾ, സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് എച്ചിൽ കാണാം സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്. അപ്പം ഈ ഒരു കാര്യത്തിൽ കുറേ കുട്ടികൾക്ക് സംശയം ഉണ്ടായിരുന്നു. സ്കൂളിലാണ് TC, അപ്പോൾ എന്ത് ചെയ്യും? കുറേ കാര്യങ്ങൾ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടും കമൻറ്റ് ബോക്സിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, നമ്മളിപ്പം കറൻ്റ്ലി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് TC അവൈലബിൾ ആയിരിക്കില്ല. കാരണം നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന സാധനമാണ് സ്കൂൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. അപ്പം അതിലാണ് നമ്മളുടെ ക്യാരക്ടർ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം ഡിഗ്രിക്ക് പഠിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സിന് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ TC നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റ് ARO ഭോപ്പാലിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഞാനിവിടെ തരുന്നുണ്ട്. അപ്പം അത് നോക്കിയിട്ട് എങ്ങനെയാണ് ഈ ഒരു സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. സോ നിങ്ങൾ സ്കൂളിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ ഒരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മതിയാവും. ഭോപ്പാൽ ARO 2023-24 റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുള്ള നോട്ടിഫിക്കേഷനിലെ ഡോക്യുമെൻറ്റ്സ് ആണിത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം നമ്മുടെ അഫിഡവിറ്റിൻ്റെ ഫോർമാറ്റ്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് അഫിഡവിറ്റ് ഫില്ല് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ ഗെയിംസ് ആൻഡ് സ്പോർട്സ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മുടെ എൻറോൾമെൻറ്റ് അഗ്നിവീർ എൻറോൾമെൻറ്റ് ആകുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോകേണ്ട ആ ഒരു അഫിഡവിറ്റിൻ്റെ ഫോർമാറ്റ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ബോഡി ടാറ്റു സർട്ടിഫിക്കേഷൻ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫോർമാറ്റ് അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതിലിവിടെ ഫോട്ടോ, കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ, പിന്നെ കാൻഡിഡേറ്റിൻ്റെ പേര്, കാൻഡിഡേറ്റിൻ്റെ വില്ലേജ്, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, തഹസിൽ, ഡിസ്ട്രിക്ട്, പിന്നെ സ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ള ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണ്. അപ്പോൾ അത് നമുക്കറിയാം, സൈൻ ചെയ്യേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തഹസിൽദാറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ്. നെക്സ്റ്റ് സർട്ടിഫിക്കറ്റ് ഫോർ ഷെഡ്യൂൾഡ് ഫോർ ട്രൈബൽ കാറ്റഗറീൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണിത്. ഇവിടെ ഫോട്ടോ ഒട്ടിക്കുക, പിന്നെ ഇതിലെ കാര്യങ്ങൾ ഫില്ല് ചെയ്താണ് അതിൻ്റെ ഫോർമാറ്റ് വരുന്നത്. നെക്സ്റ്റ് റിലീജിയൻ സർട്ടിഫിക്കറ്റാണ്, ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, ഇതാണ് സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്. ഇതാണ് നമ്മൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. നെക്സ്റ്റ് അൺമാരീഡ് സർട്ടിഫിക്കറ്റാണ്. അപ്പം ഇതിലും സംശയം ഉണ്ടാവും, എങ്ങനെയാണ് അൺമാരീഡ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ. സോ നമ്മൾ അതും കൂടെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അനക്ഷർ 4 ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് വെയർ ലാസ്റ്റ് സ്റ്റഡീഡ്. നമ്മൾ എവിടെയാണ് അവസാനം പഠിച്ചിട്ടുള്ള സ്കൂൾ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന ക്യാരക്ടർ സർട്ടിഫിക്കറ്റിൻ്റെ മോഡലാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ മുകളിൽ ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുക. അപ്പം അവിടെ സൈൻ ചെയ്യണമെന്നുണ്ട്. സോ നെക്സ്റ്റ് നമ്മുടെ പേര്, നമ്മുടെ ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ ഫാദറിൻ്റെ പേര്, നമ്മുടെ പേര്, പിന്നെ നമ്മൾ ഏത് വർഷമാണ് ഇന്ന് മുതലാണ് പഠിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ എഴുതുന്നത്. പിന്നെ നമ്മുടെ അഡ്രസ്സ്, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, നമ്മൾ തഹസിൽ, ഡിസ്ട്രിക്ട്, നമ്മുടെ സ്റ്റേറ്റ്, പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ കൊടുക്കുകയാണ്. പിന്നെ ഇത് സർട്ടിഫിക്കറ്റ് ഈസ് സൈൻഡ് ഓൺ, ഇപ്പോൾ എന്നാണോ സൈൻ ചെയ്തിട്ടുള്ളത് 4th അവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സൈൻ ചെയ്യുന്ന ദിവസം, മന്ത്, ഇയർ കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ അവിടെ സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് പറയുന്നുണ്ട്. പിന്നെ പ്ലേസ്, ഡേറ്റ്, സ്കൂളിൻ്റെ സ്റ്റാമ്പ്, സീല്, പിന്നെ അവിടുത്തെ ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പൾ ആരാണോ ഈ ഒരു സർട്ടിഫിക്കറ്റ് തരുന്നത് അവരുടെ സിഗ്നേച്ചർ. അപ്പോൾ ഇതാണ് സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ്. നെക്സ്റ്റ് അൺമാരീഡ് സർട്ടിഫിക്കറ്റാണ്, അനക്ഷർ 6. ഇത് നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, അവിടെ നിന്നാണ് സൈൻ ചെയ്ത് തരേണ്ടത്. റൈറ്റ് എൻഡിൽ നമ്മുടെ ഫോട്ടോഗ്രാഫാണ്. അപ്പം അതിൻ്റെ മുകളിലൂടെ, അതായത് നമ്മുടെ ഫേസ് മറയാത്ത രീതിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് സൈൻ ചെയ്യണം. ഇനി അവിടെ സർട്ടിഫൈ ചെയ്യുന്നുണ്ട് നമ്മുടെ പേര്, നമ്മുടെ ഫാദറിൻ്റെ പേര്, നമ്മുടെ ഹൗസ് നമ്പർ, വാർഡ്, ബ്ലോക്ക്, പോസ്റ്റ് ഓഫീസ്, നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക.
അത് ഫില്ല് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് സൈൻ ചെയ്ത് തരും, പ്ലേസ് ഡേറ്റ് കൊടുക്കും. അപ്പോൾ ഇതാണ് അൺമാരീഡ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ്. നെക്സ്റ്റ് കുറേ കുട്ടികൾ ചോദിച്ച സംശയമായിരുന്നു ഫോട്ടോഗ്രാഫിൻ്റേത്. നമുക്ക് കൊണ്ടുപോകേണ്ട 20 ഫോട്ടോഗ്രാഫിലാണ് നമ്മൾ വൃത്തിയായിട്ട് മുടി വെട്ടിയിട്ട്, ഇവിടെ പറയുന്നുണ്ട് പ്രോപ്പർ ഹെയർ കട്ട് ആൻഡ് ക്ലീൻ ഷേവ് എന്ന് പറയുന്നത്, ഇൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ആണ് പറയുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്ന 20 ഫോട്ടോസിലാണ് ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടത്. നമ്മളിതിന് മുന്നേ ഡൊമിസൈൽ എടുത്തിട്ടുണ്ടാവും, മറ്റ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടാവും. അപ്പം അതിലുള്ള ഫോട്ടോ നിലവിൽ ചേഞ്ച് ചെയ്യേണ്ട. ഈ ഒരു കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു 20 ഫോട്ടോസിലാണ് ആ കാര്യം കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഫോട്ടോഗ്രാഫ് മസ്റ്റ് ബി ടേക്കൺ വിത്ത് പ്രോപ്പർ ഹെയർ കട്ട് ആൻഡ് ക്ലീൻ ഷേവ് എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പം ഈ ഒരു സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റിന് സംശയമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റ് അത് കിട്ടുന്ന ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ പിൻ ചെയ്ത് വെക്കാം. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.